ചോദ്യം ഇതാണ്: ആർ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA ആൻഡ് RNA ദ സെയിം? എക്സ്പ്ലെയിൻ. DNAയുടെയും RNAയുടെയും അടിസ്ഥാന ഘടകങ്ങൾ ഒന്നാണോ എന്ന് വിശദീകരിക്കാനാണ് ഇതിൽ ചോദിക്കുന്നത്. ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. DNAയും RNAയും ന്യൂക്ലിയോടൈഡ്സ് എന്ന് വിളിക്കുന്ന ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. DNA ന്യൂക്ലിയോടൈഡ്സിൽ ഒരു ഡീഓക്സി റൈബോസ് ഷുഗറും അഡിനിൻ, ടൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ എന്നീ നൈട്രജൻ ബേസസും അടങ്ങിയിട്ടുണ്ട്. RNA ന്യൂക്ലിയോടൈഡ്സിൽ ഒരു റൈബോസ് ഷുഗറും അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ എന്നീ നൈട്രജൻ ബേസസും അടങ്ങിയിട്ടുണ്ട്. ഷുഗർ മോളിക്യൂൾസും നൈട്രജൻ ബേസസിൽ ഒരെണ്ണവും സെയിം അല്ലാത്തതുകൊണ്ട് ബിൽഡിംഗ് ബ്ലോക്സ് ഡിഫറൻ്റാണ്. അതുകൊണ്ട് ഉത്തരം ഇതാണ്: നോ, ദേ ആർ നോട്ട് എക്സാക്ട്ലി ദ സെയിം. DNA nucleotides contain a deoxyribose sugar and the nitrogen bases adenine, thymine, guanine, and cytosine. RNA nucleotides contain a ribose sugar and the nitrogen bases adenine, guanine, uracil, and cytosine. ചോദ്യം ഇതാണ്: Analyze the statements and choose the appropriate one. 1. If one has similarity with both the parents. 2. If one has no similarity with any of the parents' character intermediate to them. 3. If one has similarity with one of the parents. A. 1. Dominance. 2. Incomplete dominance. 3. Codominance. B. 1. Incomplete dominance. 2. Dominance. 3. Codominance. C. 1. Codominance. 2. Incomplete dominance. 3. Dominance. D. 1. Dominance. 2. Codominance. 3. Incomplete dominance. തന്നിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. F1ന് രണ്ട് പേരൻസുമായി സിമിലാരിറ്റി ഉള്ളപ്പോൾ രണ്ട് അലീൽസും ഒരേ സമയത്ത് അവയുടെ ട്രേറ്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. F1ന് ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ഉള്ളപ്പോൾ ഒരു ഡോമിനന്റ് അലീലിന് റെസസീവ് അലീലിനെ ഫുള്ളി ഹൈഡ് ചെയ്യാൻ കഴിയില്ല. ഇതിനെയാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. F1ന് ഒരു പേരന്റുമായി മാത്രം സിമിലാരിറ്റി ഉള്ളപ്പോൾ ഡോമിനന്റ് ട്രേറ്റ് മാത്രം അപ്പിയർ ചെയ്യുന്നു. ഇതിനെയാണ് ഡോമിനൻസ് എന്ന് പറയുന്നത്. Therefore, കറക്റ്റ് മാച്ച് ഓപ്ഷൻ സി ആണ്. അതുകൊണ്ട് ഉത്തരം ഇതാണ്: സി. 1. കോഡോമിനൻസ്. 2. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. 3. ഡോമിനൻസ്. ചോദ്യം ഇതാണ്: Which of the following is contributed by organisms that reproduce sexually to their offspring? A. All genes. B. Half of their genes. C. 1/4 of their genes. D. Double the number of genes. പേരൻസിൽ നിന്നും കുട്ടികളിലേക്ക് എത്ര ജീനുകളാണ് ലഭിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഒരു പെയർ ഐഡന്റിക്കൽ ക്രോമസോംസ് ചേർന്ന് ഒരു ഹോമോലോഗസ് ക്രോമസോം ഫോം ചെയ്യുന്നു. ഓരോ പെയറിലെയും ഒരു ക്രോമസോം മദറിൽ നിന്നും മറ്റത് ഫാദറിൽ നിന്നുമാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഗാമെറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ട്രെയ്റ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് സെപ്പറേറ്റ് ആകുന്നു. ഇതിനർത്ഥം ഓരോ പേരന്റും അവരുടെ ക്രോമസോംസിന്റെ പകുതി മാത്രമേ ഓഫ്സ്പ്രിങ്ങിന് പാസ് ചെയ്യുന്നുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഉത്തരം ഇതാണ്: ബി. ഹാഫ് ഓഫ് ദെയർ ജീൻസ്. ചോദ്യം ഇതാണ്: A tall pea plant with purple flowers is crossed with a dwarf plant with white flowers. A. Illustrate the dihybrid cross of these and write the F2 ratio. B. Did characters that differ from the parents appear in the F2 generation? Why? C. If both the genes are not assorting independently, how does it affect the F2 ratio? Dihybrid crossന്റെ കലങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് 2 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിന്റെ ഇൻഹെറിറ്റൻസ് ഒബ്സർവ് ചെയ്യുന്നു. രണ്ടോ അതിലധികമോ ഡിഫറൻറ്റ് ട്രേറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഈച്ച് ട്രേറ്റ് പരസ്പരം മിക്സ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ്ലി ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഈ ഇൻഡിപെൻഡൻറ്റ് സെപ്പറേഷൻ കാരണം പേരന്റ് പ്ലാന്റ്സിൽ കാണാത്ത ക്യാരക്ടേഴ്സ് സെക്കൻഡ് ജനറേഷനിൽ അപ്പിയർ ചെയ്യുന്നു. ജീൻസ് ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്തില്ലെങ്കിൽ പേരന്റ്സിൽ നിന്നുള്ള സ്പെസിഫിക് കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ്സ് ഒരുമിച്ച് നിൽക്കുകയും റിസൾട്ടിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഉത്തരം ഇതാണ്: The F2 ratio for a dihybrid cross is 9:3:3:1. B. Yes, new characters appeared because each trait is inherited independently to the next generation without mixing. C. The F2 ratio would not be 9:3:3:1 because the pairs of alleles would influence each other's separation. ചോദ്യം ഇതാണ്: How does dominance, codominance and incomplete dominance differ from one another? ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം.
ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഡോമിനൻസിൽ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിൽ ഒരെണ്ണം മാത്രമേ ഫസ്റ്റ് ജനറേഷനിൽ അപ്പിയർ ചെയ്യുന്നുള്ളൂ, മറ്റത് ഹൈഡനായി തുടരുന്നു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഒരു ഡോമിനന്റ് അലീലിന് റിസസീവ് ട്രേറ്റിന്റെ അലീലിനെ ഫുള്ളി ഹൈഡ് ചെയ്യാൻ കഴിയില്ല. കോഡോമിനൻസിൽ രണ്ട് അലീൽസും എക്സാക്ട് സെയിം ടൈമിൽ അവയുടെ ട്രേറ്റ്സ് എക്സിബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഉത്തരം ഇതാണ്. ഇൻ ഡോമിനൻസ്, ഓൺലി ദ ഡോമിനന്റ് ട്രേറ്റ് is expressed and the recessive is hidden. In incomplete dominance, the dominant allele cannot fully hide the recessive allele, creating a mixed trait. In codominance, both alleles exhibit their traits at the same time. ചോദ്യം ഇതാണ്. Different phenotypic ratios are obtained in monohybrid and dihybrid cross. Why? What does it indicate about the inheritance of characters? ഈ രണ്ട് ക്രോസിലും വ്യത്യസ്ത ഫലങ്ങൾ വരുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഒരു മോണോഹൈബ്രിഡ് ക്രോസ് ഒരു സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ റിസൾട്ട് ഒരു 3:1 റേഷ്യോ ആണ്. ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് സെയിം ടൈമിൽ 2 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. ഒരു ഓർഗാനിസത്തിലെ ഒരു പെയർ ഓഫ് അല്ലീൽസ് മറ്റൊരു പെയർ ഓഫ് അല്ലീൽസിന്റെ സെപ്പറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഉത്തരമിതാണ്. The ratios differ because a monohybrid cross looks at one pair of traits while a dihybrid cross looks at 2 pairs of traits. It indicates that each trait is inherited independently to the next generation without mixing each other. ഏഴാമത്തെ ചോദ്യം ഇതാണ്. Even though a gene responsible for certain characters has more than 2 alleles, why does that particular gene have only 2 alleles in an individual? ഒരു ജീനിന് ഒന്നിൽ കൂടുതൽ അല്ലീൽസ് ഉണ്ടാകാമെങ്കിലും ഒരാളിൽ അത് രണ്ടെണ്ണം മാത്രമാകുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. സൊമാറ്റിക് സെൽസിനുള്ളിൽ ക്രോമോസോംസ് പെയേഴ്സായി എക്സിസ്റ്റ് ചെയ്യുന്നു. ഹോമോലോഗസ് പെയറിലെ ഒരു ക്രോമോസോം മദറിൽ നിന്നും മറ്റേത് ഫാദറിൽ നിന്നുമാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ആ സ്പെസിഫിക് പെയറിന് ഒരു ഇൻഡിവിജ്വലിന് 2 ക്രോമോസോംസ് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അവർക്ക് ആ ജീനിനായി മാക്സിമം 2 അല്ലീൽസ് മാത്രമേ ക്യാരി ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ഉത്തരമിതാണ്. An individual inherits 1 chromosome from the mother and 1 from the father to form a homologous pair. Therefore, the individual can only possess 2 alleles for a particular gene, 1 from each parent. ചോദ്യം ഇതാണ്. Although the DNA possesses all genetic information for protein synthesis, RNA is also required for protein synthesis. Why? DNA ഉണ്ടെങ്കിലും പ്രോട്ടീൻ ഉണ്ടാക്കാൻ RNA കൂടി വേണം. അതെന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. സെല്ലിന്റെ ന്യൂക്ലിയസിനുള്ളിലാണ് DNA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സൈറ്റോപ്ലാസത്തിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റൈബോസോമിലാണ് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നത്. പ്രോട്ടീൻ സിന്തസിസിനുള്ള മെസ്സേജസ് ന്യൂക്ലിയസിലെ DNAയിൽ നിന്നും റൈബോസോമിലേക്ക് ക്യാരി ചെയ്യാൻ mRNA ആവശ്യമാണ്. mRNAയിലെ മെസ്സേജ് ബേസ് ചെയ്ത് സ്പെസിഫിക് അമിനോ ആസിഡ്സിനെ റൈബോസോമിലേക്ക് ക്യാരി ചെയ്യാൻ tRNAകൾ ആവശ്യമാണ്. അതുകൊണ്ട് ഉത്തരമിതാണ്. RNA is required because DNA remains in the nucleus but proteins are made at the ribosome. mRNA carries the genetic message from the nucleus to the ribosome and tRNA brings specific amino acids to build the protein. ചോദ്യം ഇതാണ്. How do codominance and multiple allelism function in the determination of blood group in the ABO blood grouping in human beings? Explain. മനുഷ്യരിലെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകുന്നതിൽ കോഡോമിനൻസും മൾട്ടിപ്പിൾ അല്ലീലിസവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഹ്യൂമൻ ബീയിങ്സിൽ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന ജീനിന് 2-ലധികം അല്ലീൽസ് ഉണ്ട്. സ്പെസിഫിക്കലി IA, IB ആൻഡ് I എന്നു പേരുള്ള 3 അല്ലീൽസ് ഉണ്ട്. ഒരു സിംഗിൾ ജീനിനായുള്ള 2-ലധികം അല്ലീൽസിന്റെ ഈ പ്രസൻസാണ് മൾട്ടിപ്പിൾ അല്ലീലിസം. 2 അല്ലീൽസിനും സെയിം ടൈമിൽ അവയുടെ ട്രേറ്റ്സ് എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് കോഡോമിനൻസ് ഒക്കർ ചെയ്യുന്നത്. AB ബ്ലഡ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ IAയും IBയും കമ്പൈൻ ചെയ്യുന്നതുപോലെ. അതുകൊണ്ട് ഉത്തരമിതാണ്. മൾട്ടിപ്പിൾ അല്ലീലിസം ഫങ്ഷൻസ് വെൻ ബോത്ത് ദ IA and IB alleles are present, as both alleles exhibit their traits at the same time to create the AB blood group. ചോദ്യം ഇതാണ്.
All ova formed in females contain one type of sex-determining chromosome, Y. സ്ത്രീകളിലുണ്ടാകുന്ന അണ്ഡങ്ങളിൽ ഒരേ ഒരു തരം സെക്സ് ക്രോമോസോം മാത്രമേ കാണുള്ളൂ. അതെന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. സെക്സ് ഡിറ്റർമിനേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സെക്സ് ക്രോമോസോംസ് എക്സ് ആൻഡ് വൈ ആണ്. ഫീമെയിൽസിന് 44+XX എന്ന നോർമൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എന്നതിനർത്ഥം അവരുടെ 2 സെക്സ് ക്രോമോസോമും എക്സ് ആണെന്നാണ്. ഗാമേറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ക്രോമോസോം പെയേഴ്സ് മിക്സ് ചെയ്യാതെ സെപ്പറേറ്റ് ആകുന്നു. ഫീമെയിൽസിന് എക്സ് ക്രോമോസോംസ് മാത്രമേ ഉള്ളതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവ്രി സിംഗിൾ ഓവത്തിലും ഒരു എക്സ് ക്രോമോസോം അടങ്ങിയിരിക്കും. അതുകൊണ്ട് ഉത്തരമിതാണ്: ഫീമെയിൽസ് ഹാവ് എ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 44+XX, meaning they only possess X sex chromosomes. During gamete formation, the pairs separate, so every ovum formed will naturally receive one X chromosome. Top Tuition, online for Kerala, offline for Palakkad. Join us today.